ഡിയർ ഫ്രണ്ട്സ്, കാണുന്നതെല്ലാം സത്യം എന്ന പ്രോഗ്രാമിന്റെ പക്ഷെ ഒരു കാര്യമുണ്ടോ, ഈ കൊച്ചുണ്ടായിരുന്ന ഈ പരിപാടി കാണാൻ നല്ല രസമായിരുന്നു. സ്വാഗതം ചെയ്യുകയാണ്. അയ്യോ വേണ്ടേ വേണ്ടേ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ ബസ് സ്റ്റാൻഡിന് സമീപം ഒരു യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം കേരള ജനതയെ വളരെയധികം ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കൊല ചെയ്യപ്പെട്ട അരുണ എന്ന പെൺകുട്ടി ഒരു സ്വകാര്യ ചാനലിലെ റിപ്പോർട്ടറാണ്. സംഭവം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയെ ജനങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല. കൊല നടത്തിയ ആൾ തൽക്ഷണം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണോ ജോലി സംബന്ധമായ ശത്രുതയാണോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ടൂറിസ്റ്റുകൾക്ക് തന്നെ ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ ഇല്ല. അതെന്തോ നേരാണ്. ലോകത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത രാജ്യമായി ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ആകെ നാണക്കേടായിരിക്കുക. ബട്ട് വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? എന്തുകൊണ്ട് പറ്റില്ല? വി വിൽ. നമ്മളൊക്കെ മീഡിയയിലല്ലേ ഉള്ളേ. മരിക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. സൂപ്പർ. സാർ നിങ്ങൾ ഇവിടെ വരുമെന്ന് അറിയില്ലായിരുന്നു സാർ. എന്താ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ക്രിമിനലിനെ പിടിക്കുമായിരുന്നോ? ഡോ ഇവിടെ എന്താ സിനിമ നടക്കുന്നോ? ക്രൗഡ് ക്ലിയർ ചെയ്യടോ. എടോ താൻ പോയി ക്രൗഡ് ക്ലിയർ ചെയ്യും. സാർ ഗുഡ് ആഫ്റ്റർനൂൺ. ഏതൊക്കെ സ്ഥലത്ത് സ്റ്റാബോൺ ഉണ്ട്? സാർ മൊത്തം 2 സ്ഥലത്ത് മുറിവുണ്ട്. അബ്ഡമിൽ ഒരു സ്റ്റാബോൺ ഉണ്ട്, നെക്കിലൊരു കട്ടുചീറുണ്ട് സാർ. എത്ര ഇഞ്ചസാ? സാർ അബ്ഡമിൽ ഒരു 4 ഇഞ്ച് ആഴത്തിലാണ് മുറിവ്, നെക്കിലൊരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഉടനെ മരിക്കാൻ ചാൻസ് ഇല്ല. അതാ സാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കി എന്നിട്ട് കാര്യമില്ല, വേഗം ജോലി തീർക്കും. ശരി സാർ, ഉടനെ ചെയ്യാം. എല്ലാരും അങ്ങോട്ട് മാറിക്കേ. നിന്നോടൊക്കെ പറഞ്ഞ മാറിക്കാൻ അങ്ങോട്ട് മാറേ. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തായിരുന്നോ? സാർ ഇവിടെ CCTV വർക്കിംഗ് അല്ല സാർ. അതെന്താ കാര്യം? സർവീസ് ചെയ്യാൻ ടെൻഡർ കൊടുത്തിട്ടുണ്ട് സാർ. എന്തൊരു നാണക്കേടല്ലേ. ടെക്നിക്കലായിട്ട് ഇത്രയും സോഴ്സ് ഒക്കെ ഉണ്ടായിട്ട് എന്തൊരു കേരള പെൺകുട്ടിയുടെ സാധനങ്ങളായത്. മൊബൈൽ മാത്രം മിസ്സിംഗ് ആണ് സാർ. മൊബൈൽ ഫോൺ ഇല്ലാത്ത പെണ്ണോ? ദൈവമേ, അത്ഭുതമായിരിക്കുന്നല്ലോ. എന്താ മൊബൈൽ ഫോൺ ഇല്ല ഗുരു. ഇതങ്ങോട്ട് പിടിച്ച് സാർ. വേഗം ചെക്ക് ചെയ്തിട്ട് കാര്യം പറയണം. ഓക്കെ സാർ. ഗുരു ദാ ഇങ്ങോട്ട് നോക്കിയേ. ഇന്നത്തെ ഡേറ്റിൽ സൂര്യ അഗ്നിദേവൻ എഴുതിയിട്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിട്ട് ഒന്ന് നോക്കിയേ. ആ കുട്ടിക്ക് നിന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു തോന്നുന്നു. ദീപ, സൂര്യ അറിയാമോ? ഏത് സൂര്യ? എന്തോ സിനിമ നട സൂര്യ. നിങ്ങളുടെ ഫ്രണ്ട് തന്നെയല്ലേ ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ദീപ, നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തത്? നിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിനെ നിനക്ക് അറിഞ്ഞൂടെന്നാണോ? ഷീസ് ജസ്റ്റ് എ ഫ്രണ്ട്, മൈ കൊളീഗ്. അത്രേ ഉള്ളൂ. അവളുടെ പേഴ്സണൽ മാറ്റർ ഒന്നും ഞാൻ തിരക്കാറില്ല. ഷീ ഹാസ് എ ബ്രദർ ആൻഡ് ദേ ലിവ് ടുഗദർ. ദാറ്റ്സ് ഇറ്റ്. ഗുരു, നമ്മൾ ഇത് അന്വേഷിക്കാനാണ് വന്നത്. കുടുംബ വഴക്കൊക്കെ നമുക്ക് പിന്നെ നോക്കാം, പ്ലീസ്. ആവശ്യമില്ലാത്തല്ല പോയേ. സാറേ, ഞങ്ങളൊരു ഐ വിറ്റ്നസിനെ കണ്ടുവച്ചിട്ടുണ്ട് സാറേ. എങ്കിൽ കൊണ്ടുപോവാ. എന്താണ് വലിയ സഹിക്കാൻ കഴിയുന്നില്ല. ഒന്നും കഴിച്ചില്ലേ ഇതുവരെ? ഇല്ല മോനെ, 2 ദോശ വാങ്ങിച്ചു. എനിക്ക് വേണ്ട, ബിരിയാണി വാങ്ങിച്ചു തന്നാ മതി. എന്താ വല്യമ്മേ, എന്തു പറ്റി? എന്തൊക്കെയാ സംഭവിച്ചത്? ഉച്ചയ്ക്ക് ഒരു 2 മണിയായി കാണും സാറേ. അയ്യോ, പൊന്നുമോളെ ഇങ്ങോട്ട് വാ. ദേ മുല്ലപ്പൂ, പിച്ചിപ്പൂ, ജാതിപ്പൂ എല്ലാം ഉണ്ട്. വാ എടാ കുഞ്ഞ്, നീയെങ്കിലും മാറ്റി കൊടുക്ക്. മണി 2 5 രൂപയ്ക്ക് പോലും കച്ചവടം നടന്നിട്ടില്ല. അയ്യോ, ഇതെന്താണ്? അയ്യോ അയ്യോ,
എന്റെ സാരി മുഴുവനും ചോരയായി മോനെ. ആളെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? പൊക്കം കുറഞ്ഞ് ഇരുനിറത്തിലുണ്ടായിരുന്നു. കറുത്ത പാൻറ്റും ചുവന്ന കള്ളി ഷർട്ടും ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടത്. തോളത്തൊരു സഞ്ചി ഉണ്ടായിരുന്നു മോനെ. പിന്നാലെ ചെന്ന് കുത്തിയിട്ട് ഓടിപ്പോയി മോനെ. ഇവർക്കൊരു സംരക്ഷണം കൊടുക്കണം. ഓക്കെ സാർ, ഓക്കെ.